അതെല്ലാം വിളഞ്ഞാന്നോമേ? വിളഞ്ഞാന്നല്ല? എന്നാ പിന്നെ പറിച്ചതാമോനെ. ഇവിടെ അതൊക്കെ കണ്ടില്ല, അതൊക്കെ പറിച്ച് ഞാൻ പറിച്ചത്. അമ്മ പിടിക്കും. നല്ല വിളഞ്ഞല്ലേ? എല്ലാം നല്ല വിളഞ്ഞതാ. ആ അടിപൊളി കാപ്പിയാണല്ലോ. ഇന്ന് രാവിലത്തെ ചമ്മന്തിയും സാമ്പാർ ഇഡ്ഡലി അടിപൊളിയായിരുന്നു. ആരാ വെച്ചത്? ഇഡ്ഡലിയും ചമ്മന്തി ആരാ വെച്ച? സാമ്പാർ അമ്മയാ. ആ സാമ്പാറിന് മണം വന്നപ്പോഴേ നമുക്കറിയാമല്ലോ അമ്മയാ വെച്ചെന്നുള്ളത്. നിൻ്റെ മുഖം ഇപ്പോൾ ഉടനെ ഇങ്ങനെ ആയത്? ഇടി അമ്മയുടെ സാമ്പാറിൻ്റെ പ്രത്യേകത അറിയാമോ? ചില ദിവസം ഒരു കഷ്ണവും കാണത്തില്ല, ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് കാണത്തില്ല, ചിലപ്പോൾ വെണ്ടയ്ക്ക കാണത്തില്ല, എന്തിനാ പറഞ്ഞാൽ ഈ തോരപ്പരിപ്പ് പോലും കാണത്തില്ല. കാച്ചിലും വെട്ട് കഷ്ണവും എല്ലാം കൂടി ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. പക്ഷേ ആ സാമ്പാർ എന്ന് പറഞ്ഞാൽ സാമ്പാറായിരിക്കും. പിന്നെ ഇവിടെ വേറെ ആരും സാമ്പാർ വെക്കത്തില്ല. അത് മാത്രമല്ല, ഈ ചുമന്ന മുളക് ഉള്ളിയും കൂടെ അടുപ്പിലിട്ട് തീക്കകത്തിട്ട് ഇങ്ങനെ ചുട്ടിങ്ങോട്ട് എടുത്തിട്ട് അരകല്ലേ വെച്ച് ഇങ്ങനെ ചതച്ച് കൈ കൊണ്ടൊന്ന് ഞെവിടി തരുന്നൊരു ചമ്മന്തി ഉണ്ട്. ആ എന്തോ ചമ്മന്തിയാണ്. ആ അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമേ ഉള്ളൂ. അമ്മേ കൈ കാശ് വല്ലതും ഉണ്ട്? ഒരു 10-300 രൂപ തരാം. ഇനി ഒരു പൈസയോ എൻ്റെ കയ്യിലില്ല. എനിക്ക് എവിടുന്നാ പൈസ? രാവിലെ ഉള്ളതും നുള്ളിപ്പതൊക്കെ കടയിൽ കൊടുത്ത് വിട്ട് അവിടെ കയ്യില്ല. നിൻ്റെ വല്ല ഇരിപ്പുണ്ടോ? എത്ര? ഒരു 10-300 ഒരു 500 രൂപ ഉണ്ടോ? 500 രൂപ ഒന്നും കാണത്തില്ല. നോക്കട്ടെ വല്ലതും ഉണ്ടോ. ഇവിടെ ഒരു പണിക്കും പോകത്തില്ല. പിന്നെ എവിടെ നിന്നാണ് അവർക്ക് പൈസ? ഏതമ്മേ, ഞാൻ കൊടുക്കുന്ന പൈസ എന്നൊക്കെ മിച്ചം പിടിച്ചെടുക്കുന്നതായിരിക്കും. നമ്മളാരും അറിയാതെ അവൾ പൈസ മോട്ടിക്കുന്നുണ്ട്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. പിന്നെ അവൾക്ക് ഇവിടുന്ന് മുട്ടിച്ചിട്ട് എന്താ കാര്യം? അവളങ്ങനെ മോട്ടിക്കുന്നുള്ളൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യം പറയാം. എൻ്റെ ഗുളിക വരെ മോട്ടിച്ച് തിന്നുന്നുണ്ട്. ചുമ്മാ പോവാമേ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു പിടിക്കാതെ. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവളോട്. എന്തോ? വീടിൻ്റെ പരിസരമൊക്കെ കിടക്കുന്നുണ്ട്. ആരെങ്കിലും കയറി വന്നാൽ എന്തോ പറയും. ഒരു പണിയും ചെയ്യത്തില്ല അവള്. എൻ്റെ അച്ഛനുള്ളപ്പോഴേ ഇങ്ങനൊന്നും നടക്കത്തില്ലായിരുന്നു. നല്ല വഴക്ക് കൊടുക്കണം അവൾക്ക്. ഒന്നും മിണ്ടാതിരിക്കമ്മേ. ഇപ്പം അവൾ തരാൻ പറഞ്ഞ പൈസ പോലും തരത്തില്ല. വേണ്ടെന്ന പൈസ രേഷ്മേ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങൾ കാണിക്കണമെന്ന്. ഇവിടുത്തെ ചിട്ടയ്ക്കനുസരിച്ച് വേണം ഇവിടെ ജീവിക്കാൻ. കേട്ടല്ലേ? അങ്ങനെ തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഇതെവിടെ നിനക്ക് പൈസ? ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തേലും പോവുകയെന്നാണ്. നിങ്ങളെ പൈസ ഞാൻ പൈസ മേടിക്കണ്ടോ? നിങ്ങളുടെ ഈ പാൻറ് ഷർട്ടും ഒക്കെ കഴുകാൻ എടുക്കുമ്പോഴേ അതിൻ്റെ പോക്കറ്റിൽ നിന്ന് 5ഉം 10ഉം ഒക്കെ കിട്ടുന്നത് ഇതുപോലെ ശേഖരിച്ച് വെച്ച് എന്തേലും ഒരു ഉപകാരം ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തരുമ്പോൾ ബാക്കിയുള്ളവരെ മോശക്കാരനാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും. അവളെ എന്തിനാ വഴക്ക് പറയുന്നത്? അവളെ വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ നല്ലോണം ജോലിയൊക്കെ ചെയ്യുന്നതാ. വീട്ടിലെ എല്ലാ ജോലിയും അവളാ ചെയ്യുന്നത്. നിന്റെ അച്ഛൻ്റെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് നിന്റെ അച്ഛൻ്റെ തനി സ്വഭാവം എടുക്കട്ടെ. അവന് ഭ്രാന്താ. ചേട്ടാ, ഇത് എനിക്കെന്തോ അതിൻ്റെ കേടായിരുന്നു. ഇവരുടെ സ്വഭാവം മനസ്സിലാക്കാനും പറ്റത്തില്ലല്ലോ. ഒന്നുറപ്പാ ഇതും എനിക്കൊരു സന്തോഷമാണ്.